ഹലോ, എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം കരിയില എടുക്കാം, കുറച്ച് കഞ്ഞിവെള്ളം, മണ്ണ്, അതുപോലെ ചാണകവെള്ളം, ഇതാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ചാക്കും കൂടി വേണം. ആദ്യം ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കാം, കുറച്ചധികം മണ്ണിന് ചേർക്കാം. അതിന് ശേഷം കരിയില ആഡ് ചെയ്ത് കൊടുക്കാം. കരിയിലൊക്കെ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്നതാണല്ലോ, വെറുതെ കത്തിച്ച് കളയും. അപ്പോൾ ഇതുപോലെ കമ്പോസ്റ്റാക്കി എല്ലാ ചെടികൾക്കും വളമായി നമുക്ക് യൂസ് ചെയ്യാം. ചകിരിച്ചോറിന് പകരമായിട്ട് നമുക്കിത് നന്നായി യൂസ് ചെയ്യാൻ കഴിയും. നല്ല ലൂസായിരിക്കും, മണ്ണ് ടൈറ്റ് ആകാതെ ലൂസാകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കരിയിലയൊക്കെ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം കരിയില തന്നെ ചേർക്കാം. ഇതിലോട്ട് കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ ആഡ് ചെയ്യാം. അതിനുശേഷം മണ്ണിട്ട് കൊടുക്കാം. ഒരു ലെയർ മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കരിയില വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി അമർത്തി കരിയില ചേർക്കാം. അതിനുശേഷം നമുക്ക് ചാണകവെള്ളം തളിച്ചു കൊടുക്കാം മേലെ. വീണ്ടും മണ്ണ് ചേർത്ത് കൊടുക്കാം. ഈ പ്രോസസ്സിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ചാക്ക് നിറയുന്ന വരയ്ക്കും ഓരോ ലെയറായിട്ട് കരിയിലയും കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ ചാണകവെള്ളം, മണ്ണ് എന്നിവയൊക്കെ ആഡ് ചെയ്യാം. ചാക്ക് നിറഞ്ഞതിന് ശേഷം ഇതുപോലെ ടൈറ്റായി കെട്ടി വയ്ക്കാം. ഇനി കമ്പോസ്റ്റായി കിട്ടാനായി 3 മാസം നമുക്ക് വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കമ്പോസ്റ്റ് നമുക്ക് റെഡിയായി കിട്ടുള്ളൂ. വേണ്ടില്ലേ, നല്ല രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാ കരിയിലയും നല്ല പൊടിഞ്ഞ് നല്ല വളമായി മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ടൈറ്റായിട്ട് കെട്ടി വെച്ചാലും മതി. 3 മാസം കഴിയുമ്പോൾ ഇതുപോലെ അടിപൊളി വളം നമുക്ക് റെഡിയായി കിട്ടും. ചകിരിച്ചോറിന് പകരമായിട്ടും അതുപോലെ തന്നെ നല്ലൊരു വളമായിട്ടും നമുക്കിത് ചെടികൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വീട്ടിലെ കരിയിലകളൊക്കെ കത്തിക്കാതെ ഇതുപോലെ കമ്പോസ്റ്റാക്കി ചെടിക്ക് നമുക്ക് നൽകാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.